ഹായ് ഓൾ, ഈ വീഡിയോയിൽ നമ്മൾ ആവേശം എന്ന മൂവിയിലെ ഇലൂമിനാറ്റി എന്ന സോങ് ഈസിയായി എങ്ങനെ കീബോർഡിൽ വായിക്കാമെന്നാണ് നോക്കുന്നത്. സോ ഈ സോങ് കമ്പോസ് ചെയ്തിരിക്കുന്നത് ബി മൈനർ സ്കെയിലിലാണ്. ബി മൈനർ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന രണ്ട് ഷാർപ്പ് നോട്ട്സ് എന്ന് പറയുന്നത് ഒന്ന് സി ഷാർപ്പും ഒന്ന് എഫ് ഷാർപ്പുമാണ്. അപ്പോൾ നമ്മൾ സോങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് കടക്കുവാണ്. ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ജസ്റ്റ് റൈറ്റ് ഹാൻഡ് മാത്രം കാണിച്ചു തരാം, പിന്നീട് ഞാൻ ലെഫ്റ്റ് ഹാൻഡിൽ കോഡ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമുക്കൊന്നുകൂടെ വായിക്കാം. നമുക്കൊന്നുകൂടെ വായിക്കാം. ഇതിൻ്റെ സെക്കൻഡ് ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ ലൈനിൽ ലാസ്റ്റത്തെ 3 നോട്ട്സിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ആദ്യം തൊട്ടൊന്ന് വായിച്ചു നോക്കാം. ഇനി നമുക്കിതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് നോക്കാം. ലെഫ്റ്റ് ഹാൻഡിൽ നമുക്ക് 3 കോഡുകളാണ് വരുന്നത്. ഒന്ന് ഇ മൈനർ, പിന്നീട് എഫ് ഷാർപ്പ് മൈനർ, അത് കഴിഞ്ഞ് ബി മൈനർ. ഓക്കെ, സോ ഞാനിപ്പോൾ ജസ്റ്റ് റൈറ്റ് ഹാൻഡിൻ്റെ കൂടെ ലെഫ്റ്റ് ഹാൻഡ് ഒന്ന് അക്കമ്പനി ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ പിന്നീട് സ്ലോ ആയിട്ട് എങ്ങനെയാണ് ലെഫ്റ്റ് ഹാൻഡ് വർക്ക് ആവുന്നതെന്നൊന്ന് പറഞ്ഞുതരാം. ഇതിൽ റൈറ്റ് ഹാൻഡിൽ ഫസ്റ്റത്തെ 2 നോട്ട് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഫസ്റ്റ് കോഡ് പിടിക്കാൻ. ഫസ്റ്റ് കോഡ് എന്ന് പറയുന്നത് ഇ മൈനറാണ്. അപ്പോൾ ഫസ്റ്റ് ഇ മൈനർ പിടിക്കാം, പിന്നീട് എഫ് ഷാർപ്പ് മൈനറും ബി മൈനറും. നമുക്കൊന്നുകൂടെ വായിച്ചു നോക്കാം. ഓക്കെ, ഇനി നമുക്ക് 3ാമത്തെ ലൈനിലേക്ക് വരാം. 3ാമത്തെ ലൈനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എഫ് യൂസ് ചെയ്യുന്നില്ല. ഇനി തൊട്ട് നമ്മൾ എഫിന് പകരം എഫ് ഷാർപ്പായിരിക്കും യൂസ് ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇത് ബി മൈനർ സ്കെയിലാണ്. അപ്പോൾ എഫ് എന്ന് പറയുന്നൊരു നോട്ടില്ല, പകരം എഫ് ഷാർപ്പാണുള്ളത്. ഓക്കെ, സോ ഞാൻ അടുത്ത 2 ലൈൻസ് ഞാൻ ഒരുമിച്ച് റൈറ്റ് ഹാൻഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ സ്ലോ ആക്കി പറഞ്ഞുതരാം. ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറയുന്നതും നേരത്തെ ലെഫ്റ്റ് ഹാൻഡ് തന്നെയാണ്. നേരത്തെ വായിച്ച ആ 3 കോഡുകൾ തന്നെയാണ് വരുന്നത്. sharp minor, D minor.
ഇങ്ങനെയാണ് തേർഡ് ആൻഡ് ഫോർത്ത് ലൈൻ വരുന്നത്. ഇങ്ങനെയാണ്. സോ ഇനി നമുക്ക് ആദ്യം തൊട്ട് എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് ആദ്യം തൊട്ടൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ലൈനിലേക്ക് പോവാം. അടുത്ത ലൈൻ ജസ്റ്റ് ഞാൻ റൈറ്റ് ഹാൻഡ് ആദ്യം കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ സ്ലോ ആക്കി വായിക്കാം. ഇതിൻ്റെ കോഡ്സ് എന്ന് പറയുന്നത് ബി മൈനർ, ജി, ഇ മൈനർ, എ. പിന്നെ രണ്ടാമത്തെ ലൈനിൽ ബി മൈനർ, ജി, ഇ മൈനർ, എഫ് ഷാർപ്പ് മൈനർ. പാട്ടിൻ്റെ അടുത്ത ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ പോർഷനിൽ നമുക്ക് ഒരു ഗ്രേസ് നോട്ട് ആഡ് ചെയ്യേണ്ടി വരും. അതായത് ഇ എന്നുള്ള ഒരു ഗ്രേസ് നോട്ട് നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഡിന് മുന്നേ ഇ എന്ന് പറയുന്ന ഒരു ഗ്രേസ് നോട്ട് കൊടുക്കാം. സോ അങ്ങനെയാണ് ആ ഗ്രേസ് നോട്ട് ആഡ് ചെയ്യേണ്ടത്. ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറയുന്നത് നേരത്തെ വായിച്ച അതേ പ്രോഗ്രഷൻ തന്നെയാണ്. പാട്ടിൻ്റെ ലാസ്റ്റ് പാട്ടിലേക്ക് എത്തി. റൈറ്റ് ഹാൻഡ് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് കോഡ്സ് എന്ന് പറയുന്നത് ബി മൈനർ, ഇ മൈനർ, ജി, എ, ബി മൈനർ, ഇ മൈനർ, എഫ് ഷാർപ്പ് മൈനർ, ബി മൈനർ. സോ ഇതെല്ലാം ഒരുമിച്ച് എങ്ങനെ ഉണ്ടാവും നോക്കാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഫോർ മോർ വീഡിയോസ്.